ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ശരിക്കും ഞെട്ടിച്ചത് ലക്ഷ്മിയാണെന്ന് വേണം ഇതിലെടുത്ത് പറയാൻ. കാരണം ലക്ഷ്മി വന്ന് ചില കാര്യങ്ങൾ തുറന്നടിച്ച് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ നായകൻ ആരാണ്, വില്ലൻ ആരാണ്, അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ടാസ്ക് കൊടുത്തപ്പോൾ ലക്ഷ്മി വന്ന് അതിലെ നായകനായിട്ട് സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അതിന് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ലക്ഷ്മി തുറന്നടിച്ച് പറയുന്നുണ്ട്. അതായത് അനീഷിന് എല്ലാ കാര്യത്തിലും വലിയ ധാരണയില്ല, പക്ഷെ അനീഷിന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അനീഷ് പറ്റുന്നിടത്തോളം അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അയാളെ കൂട്ടമായിട്ട് ഒരു ആക്രമണം നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടമായുള്ള ഒരു ടാർഗറ്റിംഗ് നടത്താനായിട്ട് ഇവിടെ മിക്കവരും ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിൽ ലക്ഷ്മി തുറന്നു പറയും. അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ലക്ഷ്മി പറയുന്നു. അതോടൊപ്പം തന്നെ വില്ലനായിട്ട് ലക്ഷ്മി സെലക്ട് ചെയ്തത് ഷാനവാസിനെയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് പറഞ്ഞ പോയിന്റ്സ്, സുഹൃത്താണ് എന്ന് പറഞ്ഞ് പിറകെ നടന്ന് കൂടെ കൂടിയിട്ട് അയാളെ മനസ്സിലാക്കുക പോലും ചെയ്യാതെ അയാളുടെ ഒരു സുഹൃത്താണെങ്കിൽ അയാളുടെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു വേണം ഒരു സുഹൃത്തായിട്ട് നിൽക്കാനായിട്ട്. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു നിന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ആ വ്യക്തി ഷാനവാസിനോട് അടുക്കുന്നു. പക്ഷെ അങ്ങനെ അടുക്കുമ്പോഴത്തേക്കും ഷാനവാസിൽ നിന്നും തിരിച്ചുണ്ടാകുന്ന പ്രവർത്തികൾ അയാളിൽ നിന്നും അകലാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഷാനവാസിന്റെ പ്രവൃത്തി കൊണ്ട് മറ്റാരോടും അടുക്കാൻ പറ്റാത്ത തരത്തിലോട്ട് അനീഷിനെ മാറ്റുന്നു. ആ ഒരു മനസ്സ് അനീഷിൽ ഉണ്ടാവുന്നു. അതായത് ഒരു ഫേക്ക് സുഹൃത്ത് ബന്ധമാണ് ഷാനവാസ് അവിടെ അനീഷിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്നുള്ള തരത്തിൽ ലക്ഷ്മി പറയുന്നു. ഷാനവാസ് ആണ് അനീഷിന്റെ കൂടെ നടന്ന് ചതിക്കുന്നത് എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ ഓരോ വാക്കുകളും. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസിന്റേതായ കാര്യങ്ങൾ നോക്കി നടന്നാൽ മതി. എന്നാൽ മറ്റുള്ളവർ ഈ പറയുന്ന ആദിലയാണ് ലക്ഷ്മി ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. അതായത് പാസിംഗ് റോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്നുള്ള തരത്തിൽ ലക്ഷ്മി തുറന്നു പറയുന്നു. എന്തായാലും രാവിലെ ബി കൊടുത്ത ടാസ്ക് ഇതാണ്. കൂടുതൽ ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.